بسم الله الرحمن الرحيم الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام والذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل وسلم وبارك على سيدنا وشفيعنا محمد صلى الله وسلم وبارك عليه وعلى آله وصحابه وأزواجه وذرياته وعلى مشايخنا وأساتذتنا ومصنفي كتبنا وذوينا وأحبابنا وسائر المؤمنين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ولا حول ولا قوة إلا بالله العلي العظيم رب يسر ولا تعسر رب زدنا علما وحلما وفهما وعقلا رب تمم بالخير والسعادة والله ولي التوفيق ومنه التحقيق وبه التصديق إنما الأعمال بالنيات والعاقبة للمتقين وما توفيقي إلا بالله عليه توكلت وإليه أنيب إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب ഇനി വസാദിസുഹ ആ കസറിൻ്റെ ഷർത്തിൽ ആറാമത്തത് എട്ടെണ്ണമാണല്ലോ പറഞ്ഞേ അത്തഹറുസ് അൻ മുനാഫിഹ നിയ്യത്തുൽ ഖസർ അതാണ് തൊട്ട് മുമ്പ് പറഞ്ഞ്. അപ്പം ആ നിയ്യത്തിന് എതിരാകുന്ന കാര്യത്തെ തൊട്ട് സൂക്ഷിക്കണം. മുനാഫിഹ നിയ്യത്തുൽ ഖസര് ഖസറിന്റെ നിയ്യത്ത് ചെയ്യണം എന്നതിന് മുമ്പ് പറഞ്ഞല്ലോ. പിന്നെ അതിനെതിര് വരുന്നതിനെ തൊട്ട് സൂക്ഷിക്കണം. ദവാമൻ എന്ന് പറഞ്ഞാൽ നിസ്കാരം തീരുന്നവരെയാണ്. നിസ്കാരം നിലനിൽക്കുന്നിടത്തോളം സമയം അത് സൂക്ഷിക്കണം. അപ്പൊ ദവാമൻ എന്ന് പറഞ്ഞത് തുടക്കത്തിൽ സൂക്ഷിച്ചാൽ പോരാ, നിസ്കാരം തീരുന്നവരെ അതിനെതിരെ വരരുത്. ഐ ഫി ദവാമിസ്വലാത്തി. അപ്പൊ ദവാമൻ എന്ന് പറഞ്ഞത് നസറുൽ ഖാഫിദ് കൊണ്ട് മൻസൂബാണ് എന്നായിരിക്കും. അതാ ദവാമൻ എന്ന് പറഞ്ഞ അല്ലേ മഫൂല് ഫീഹി ആക്കിയിട്ട് പിന്നെ ഫി ദവാമിസ്വലാത്തി ബി അല്ലാ യതറദ്ദദ ഫിൽ ഇത്മാമി. അതെങ്ങനെ അത് താമാക്കണോ എന്ന് തറദ്ദുദ് വരാതിരിക്കുക. അപ്പൊ എതിരായി താമാക്കണോ ജസ്മാക്കിയ അല്ല കസറാക്കാൻ നിയ്യത്ത് ചെയ്താണല്ലോ. കഴിഞ്ഞിട്ട് പിന്നെ അവന് തോന്നുക താമാക്കണോ വേണ്ടേ. അങ്ങനെ തറദ്ദുദ് വന്നാൽ അത് അതിന് കസറിനെതിരാണ്. പിന്നെ ഫളൻ അനിൽ ജസ്മി ബിഹി, ആ ഇത്മാമ് കൊണ്ട് ജസ്മ് ചെയ്യുന്നതിൽ ഉപരിയായിട്ട് അതിൽ തറദ്ദുദും ഉണ്ടാകാതിരിക്കുക എന്നാ. അപ്പോ തറദ്ദുദ് എന്ന് പറഞ്ഞതിന് അതിനോട് ബന്ധിച്ചാണ് ഫളൻ. ആ തറദ്ദുദ് തന്നെ ഉപരിയായി എന്തിനേക്കാൾ അനിൽ ജസ്മിനേക്കാൾ ബിഹിയ ഇത്മാമ് കൊണ്ട് ജസ്മി ചെയ്യാം. അതേതായാലും പറ്റൂല. അതിലുപരി തറദ്ദുദ് ശക്കും വരാൻ പാടില്ല എന്നാണ്. കമഖാല മുസന്നിഫ് തന്നെ പറഞ്ഞത് വലൗ അഹറമ ഖാസിറൻ സുമ്മ തറദ്ദദ ഫി അന്നഹു യഖ്സുറു ഔ അം യുതിമ്മു എന്നിങ്ങനെ ആയാലും താമാക്കണമെന്ന് ശേഷം പറയുന്നുണ്ട്. അപ്പൊ വലൗ ഇബാറത്തു അസ്ലിഹി ഫലൗ. ഇവിടെ വലൗ എന്ന് വാവായിട്ടാ, തെഫിരിയായിട്ട് ഫാ കൊണ്ടല്ല. പക്ഷെ മുഹററില് ഇബാറത്തു അസ്ലിഹി മിൻഹാജിന്റെ അസലിന്റെ ഇബാറത്ത് ഫലവ് എന്ന് ഫാവ് കൊണ്ട് തഫ്രിയായിട്ടാണ്. വഹിയ അഹ്സനു, അതാ നല്ലതെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഏത് ഫാ ആക്കല അനന്തലി അന്നഹാദ ബയാനുല്ലി തഹറുസിൽ മദ്കൂരി. അത് നേരത്തെ തഹറുസ് വേണമെന്ന് പറഞ്ഞതിന്റെ വിശദീകരണമാണിത്. അത് വിശദീകരണമാകുമ്പോൾ അത് തഫ്രിയായിട്ടാണല്ലോ വരിക. പിന്നെ അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വറുദ്ദ ആ കീല തള്ളപ്പെട്ടു. ബി അന്നഹു ലമ്മ ലുമ്മ അല്ലെ ലമ്മ ലമ്മ. മുസന്നിഫ് എന്താക്കി കൂട്ടിയപ്പോൾ ലിൽ മുഹ്തറസി ആ തഹറുസ് എന്നതിന്റെ മുഹ്തറസിലേക്ക് കൂട്ടി. മാലൈസ മിൻഹു ആ മുഹ്തറസിൽ പെടാത്ത ഒന്ന് അതിലേക്ക് കൂട്ടി. ഏതാ പെടാത്ത ഒന്ന്? ഓഹോ ഖൗലുഹു ഔ ഖാമ. അഹറം ഇവിടെ ഇങ്ങനെ വലൗ അഹറമ ഖാസിദൻ സുമ്മ തറദ്ദദ ഫി അന്നഹു യഖ്സുറു അം യുതിമ്മു ഔ ഫി അന്നഹു നവൽ ഖസ്റ
എന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഔ ഖാമ ഇമാമുഹു ലി സാലിസത്തിൻ ഫശക്ക എന്നിങ്ങനെ ഔ ഖാമ ഇമാമുഹു ലി സാലിസത്തിൻ എന്ന് പറഞ്ഞത് ഈ പറഞ്ഞതിന്റെ മുനാഫി അല്ലല്ലോ, മുഅ്തറസ് അല്ലല്ലോ. മുനാഫിയാണ്, മുഅ്തറസ് അല്ലല്ലോ. പിന്നെ അപ്പൊ മുഅ്തറസ് എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ തറദ്ദുദോ ജസ്മിലുള്ള അല്ല ഖസറിലുള്ള തറദ്ദുദോ അല്ലെങ്കിൽ ഖസർ വേണ്ട താമാക്കാമെന്ന ജസ്മോ ആണ്. അപ്പൊ അതല്ലാത്ത ഒന്ന് അതിലേക്ക് കൂട്ടിയപ്പോ എന്താക്കി ഓഹോ കൗലുഹു ഔ ഖാമ. എന്തിനാ അതിലേക്ക് കൂട്ടിയത്? ഈസാറല്ലിൽ ഇഖ്തിസാരി, ഇഖ്തിസാറിനെ തെരഞ്ഞെടുത്തതിന് വേണ്ടിയാണ് അതിലേക്ക് അല്ലാത്ത കൂട്ടിയത്. ലം യഹ്സുനി തഫ്രീഉ, അപ്പോ തഫ്രീഉ നന്നായില്ല. അപ്പൊ പിന്നെ തഫ്രീഉ അല്ല മാത്രമാണെങ്കിൽ പിന്നെ അങ്ങനെ പറയായിരുന്നു, അതിന്റെ മുഅ്തറസ് മാത്രമാണെങ്കിൽ. അപ്പൊ വലവ് അഹ്റമ ഖാസിറൻ, ഒരാൾ ഖസർ നിയ്യത്ത് ചെയ്ത് തക്ബീറത്തുൽ ഇഹ്റാം ചെയ്ത് സുമ്മ തറദ്ദദ, അതിന് ശേഷം പിന്നെ ഇയാൾ തറദ്ദുദായി. നിസ്കാരം തീരുന്നതിന്റെ ഇടയിൽ എപ്പോഴാണെങ്കിലും എന്താ തറദ്ദുദായത്? സംശയിച്ചു. ഫി അന്നഹു യഖ്സുറു, ഇയാൾ ഖസറാക്കി തന്നെ പൂർത്തിയാക്കണോ, യുത്തിമ്മു അല്ല നിസ്കാരം ദാമാക്കണോ, 4 റക്അത്ത് നിസ്കരിക്കണോ എന്നൊരു തോന്നല്. ഔ അഹ്റമ, അല്ലെങ്കിൽ ഇഹ്റാം ചെയ്തു. സുമ്മ ശക്ക, പിന്നെ സംശയിച്ചു. എന്ത്? ഫി അന്നഹു നവൽ ഖസറാവുല, ഖസറ കരുതിയോ ഇല്ലേ എന്ന് സംശയിച്ചു. അപ്പൊ സുമ്മ അഹ്റമ ഖാസിറൻ എന്നില്ല, ഇഹ്റാം ചെയ്തതിന് ശേഷം. മറ്റിടത്ത് ഖസറായിട്ടാണ് ഇഹ്റാം ചെയ്തതെന്ന് ഓന ഉറപ്പുണ്ട്, പിന്നെ സംശയിക്കുന്നു. ഇവിടെ ഇഹ്റാം ചെയ്തതേ ഓർമ്മയുള്ളൂ, അതാ സുമ്മ അഹ്റമ എന്ന് പറഞ്ഞു, ഖാസിറൻ എന്ന് പറയാഞ്ഞത്. ഖീല ഹാദാ തർക്കീബുൻ ഗൈറു മുസ്തഖീമിൻ, ഈ പറഞ്ഞ സുമ്മ എന്താണ് ഔഫി അന്നഹു നവൽ ഖസറ എന്ന് ഇത് അത്ഫ് ചെയ്ത് പറഞ്ഞല്ലോ. ഈ തർക്കീബ് എന്താണ്? അതൊരു മുസ്തഖീമല്ല. ഔഫി അന്നഹു നവൽ ഖസറ എന്ന് പറഞ്ഞത് മുസ്തഖീമല്ല എന്ന് ചിലർ പറഞ്ഞു. അതെന്താ? അന്നഹു ഖസീമുൻ ലിമൻ അഹ്റമ ഖാസിറൻ, മൻ അഹ്റമ ഖാസിറൻ എന്ന് പറഞ്ഞതിന്റെ ഖസീമാണ്, അതിന്റെ ഒരു എതിരായ രൂപമാണ്. മറ്റടുത്ത് ഖസറായി എന്താണ് ഇഹ്റാം ചെയ്തു എന്ന് ഉറപ്പാണ്. ഇവിടെ എന്താ ഇഹ്റാം ചെയ്തതെന്ന് ഉറപ്പില്ലാതിരിക്കുമ്പോഴല്ലേ ഖസറിനെ കരുതിയോ ഇല്ലേ എന്ന സംശയം വരുന്നത്. അപ്പൊ അത് അതിന്റെ എതിരായ രൂപമാണ്. ലാ ഖിസ്മുല്ലഹു, അതിൽ പെട്ട ഒന്നല്ല. അതിൽ പെട്ട ഒന്നാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തു വേണം? ഖാസിറായ ഇഹ്റാം ചെയ്തു പിന്നെ സംശയിച്ചു എന്ന് അങ്ങനെ വരണം. അപ്പൊ ഇത് ഖസീമാണ്, ഖിസ്മല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് തർക്കീബ് മുസ്തഖീമല്ല എന്ന് പറഞ്ഞു. ഇന്ദഹ. പിന്നെ വയുറദ്ദു, എന്നാൽ ആ പറഞ്ഞ ഇത്തിറാള് അത് ആ കയ്യിലുണ്ടല്ലോ, അത് റദ്ദ് ചെയ്യപ്പെട്ടു. എന്തു പറഞ്ഞിട്ട്? ബിഅന്ന കൗനഹു ഖാസിറൻ, ഇയാള് ഖാസിറാകുക ഫി അഹദിൽ ഇഹ്തിമാലൈനി അൽ മഷ്കൂക്കി ഫീഹിമാ, 2 സാധ്യതയിൽ ഒന്നനുസരിച്ച്. എങ്ങനത്തെ 2 സാധ്യത? മഷ്കൂക്കി ഫീഹിമ, ആ 2 സാധ്യതയിലാണ് സംശയം. ഞാൻ ഖസറായിട്ടാണോ നിയ്യത്ത് ചെയ്തത്, ഇഹ്റാം ചെയ്തത്, അതല്ലേ എന്നാ. അപ്പൊ ഒരു ഇഹ്തിമാൽ അനുസരിച്ച് ഇയാള് ഖാസിറാണ്, മറ്റേ ഇഹ്തിമാൽ അനുസരിച്ച് ഇയാൾ ഖാസിറായി ഇഹ്റാം ചെയ്ത ആളുമല്ല. അപ്പൊ ഇങ്ങനെ ഈ ഒരു ഇഹ്തിമാൽ അനുസരിച്ച് ഖാസിറാണ് എന്നുള്ളത് സവ്വഗ ജഅലഹു, അതിനെ ആക്കാൻ അനുവദിച്ചു. എന്താണ്? ഖിസ്മൻ, ഖിസ്മാക്കാൻ അനുവദിച്ചു. അപ്പൊ ശരിയായ ഖിസ്മല്ല, ഖസീമാണെങ്കിലും ഈ ഒരു ഇഹ്തിമാല് മാത്രം പരിഗണിച്ചാല് ഇയാൾ ഖാസിറായി ഇഹ്റാം ചെയ്ത ആളാണല്ലോ എന്ന ഒന്ന് വരും. അങ്ങനെ അതിന് മറുപടി പറഞ്ഞു. ഇനി അവിടെ തന്നെ 3ാമത്തെ രൂപം പറയുന്നു, ഔ ഖാമ. ഈ ഔ ഖാമ എന്ന് പറഞ്ഞാൽ അത്ഫുൻ അല അഹ്റമ, അഹ്റമന്റെ മേലെ അത്ഫ്. അപ്പൊ വലവ് അഹ്റമ എന്നിങ്ങനെ പറഞ്ഞു. പിന്നെ അപ്പൊ വലവ് ഖാമ എന്നാവും. എഴുന്നേറ്റാൽ ആര്? ഇമാമു, ഇയാളെ ഇമാമ എഴുന്നേറ്റു. ലിസാലിസത്തിന് 3ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റു. ഫശക്ക, അപ്പൊ ഇയാൾക്ക് സംശയമായി. തറദ്ദദ ഹൽ ഹുവ മുത്തിമ്മുൻ അം സാഹിൻ എന്നാണ്. സാഹിൻ, ഇയാള് താമാക്കാൻ വേണ്ടിയാണോ 3ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റത്? താമാക്കുന്ന ആളാണോ? സാഹിൻ, അല്ലെങ്കിൽ മറന്ന് എഴുന്നേക്കാണോ? മറുതി പറ്റിയിട്ട് ഇതിപ്പോ 2ാമത്തെ റക്അത്തായിരുന്നു എന്നുള്ളത് ഓർക്കാതെ ആ 3ാമത്തേലേക്ക് എഴുന്നേറ്റതാണ്. അല്ലെങ്കിൽ ഖസർ നിയ്യത്ത് ചെയ്തു എന്നുള്ളത് ഓർക്കാതെ അങ്ങനെ ഉണ്ടാവുമല്ലോ, 3ാമത്തേലേക്ക് എഴുന്നേറ്റതാണ്. ഇങ്ങനെ മറന്നതാണോ എന്ന് സംശയം വന്നാൽ ഈ പറഞ്ഞ 3 രൂപത്തിലും, ഫലവ് അഹ്റമ മുതൽ ഇങ്ങോട്ട് പറഞ്ഞ 3 രൂപത്തിലും അത്തമ്മ ഇയാൾ നിസ്കാരം പൂർത്തിയാക്കണം എന്നാ.
കസറാക്കാൻ പറ്റൂല. അപ്പൊ അവിടെ പിന്നെ എന്ന് പറഞ്ഞിട്ട് സാഹിൻ എന്നാണല്ലോ. എത്തി ഫിൽ വസിയ്യത്തി, വസിയ്യത്തിന്റെ ബാബിൽ വരുന്നുണ്ട്. മാഫിൽ അത്ഫി ബി എന്നതുകൊണ്ട് അത്ഫ് ചെയ്യുന്നതിലുള്ള വിഷയങ്ങള് വസിയ്യത്തിന്റെ ബാബിൽ വരുന്നുണ്ട്. കൊണ്ട് എവിടെ അത്ഫ് ചെയ്യുക? ഫി ഹൈസി ഹൽ എന്നതിന്റെ ശേഷം. ഇവിടെ അങ്ങനെയാണല്ലോ വന്നത്. എന്താണ്? ഫശക്ക ഹൽ ഹുവ മുത്തിമ്മുൻ സാഹിൻ എന്നാണ്. അപ്പൊ ഈ സാഹിൻ എന്നുള്ളത് ആ മുത്തിമ്മ് എന്നതിന്റെ മേലെ അത്ഫാണ്. അപ്പൊ ഹൽ എന്നതിന്റെ ശേഷമാണ് ഈ കൊണ്ട് അത്ഫ് ചെയ്തത്. അത് അവിടെ വരുന്നുണ്ട്. എങ്ങനെ? മബ്സൂത്തൻ, വിശദമായി വരുന്നുണ്ട് എന്നാ. പിന്നെ അപ്പൊ സാഹിൻ അത്തമ്മ ഇയാള് താമാക്കണം. വൈം ബാന അന്നഹു സാഹിൻ, അതിന് സാഹിയാണ് എന്ന് പിന്നെ തിരിഞ്ഞാലും ശരി താമാക്കണം. ആ ഇമാമ് മൂന്നാമത്തേലേക്ക് എഴുന്നേൽക്കുമ്പോ ഇയാള് മറന്നിട്ട് എഴുന്നേറ്റതാണോ താമാക്കാൻ എഴുന്നേറ്റതാണോ എന്ന് സംശയം വന്നു. പിന്നെ മനസ്സിലായി എന്ത്, ഇയാള് സാഹിയായിരുന്നു. അങ്ങനെ അയാള് അവിടെ നിന്നു. മൂന്നാമത്തേലേക്ക് എഴുന്നേറ്റ് നിന്നിട്ട് പിന്നെ അങ്ങ് ഇരുന്ന്. പിന്നെ ഇരുന്നപ്പോ മനസ്സിലായില്ല ഇയാള് മറന്ന ആളായിരുന്നു എന്ന്. അപ്പൊ ഇങ്ങനെ എന്ത് ഹൽഹുവ മുത്തിമ്മുന്നം സാഹിൻ എന്ന് മൗമൂമിന് തോന്നിയതിന് ശേഷമാണ് അയാള് ഇരുന്നത്. അപ്പൊ സാഹി എന്ന് തെളിഞ്ഞു. എന്നാലും താമാക്കണം. കാരണം അതിൽ തറദ്ദുദി, ഈ 3 രൂപത്തിനും കാരണം പറയുന്നു. ഒന്നാമത്തെ രൂപത്തിൽ ഫിൽ ഊല എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സൂറത്തിൽ തറദ്ദുദുണ്ടായി. പിന്നെ അൽ മഫ്ഹൂമി മിൻഹ അൽ ജസ്മു ബിഹി അല്ലദീ ബി അസ്ലിഹി ബില്ലൗല. അതുകൊണ്ടാണ് എന്താക്കിയത് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് എന്താക്കിയത്, ഇതിന്റെ മുനാഫി ഇല്ലാതിരിക്കണം എന്ന് പറഞ്ഞപ്പോ അല്ലാ യതറദ്ദദ ഫിൽ ഇത്മാമി ഫളിലൻ അനിൽ ജസ്മി ബിഹി എന്ന് പറഞ്ഞത്. അപ്പൊ ഒന്നാമത്തെ രൂപ, അതായത് അഹ്റമ ഖാസിന സുമ്മ തറദ്ദദ ഫി അന്നഹു യഖ്സുറു അം യുതിമ്മു എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അവിടെ ഇയാൾക്ക് തറദ്ദുദ് ഉണ്ടായതുകൊണ്ടാണ് എന്ത് ചെയ്തത്, പൂർത്തിയാക്കണം എന്ന് പറഞ്ഞത്. അൽ മഫ്ഹൂമി മിൻഹ, ആ ഒന്നാമത്തെ രൂപത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. മിൻഹ എന്ന് പറഞ്ഞാൽ ഊലയിലേക്ക് മടങ്ങുക, അതായത് ഒന്നാമത്തെ രൂപം. അതിൽ നിന്ന് മനസ്സിലാക്കപ്പെടുന്നുണ്ട് അൽ ജസ്മു ബിഹി, ഈ ഇത്മാമ് കൊണ്ടുള്ള ജസ്മ് അതിൽ നിന്ന് മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ അതിന്റെ ഹുക്കുമ് മനസ്സിലാവും. എന്താ അതിന്റെ ഹുക്കുമ്? ഇത്മാമാക്കണം എന്ന് തന്നെ ജസ്മി ചെയ്താല്. അല്ലദീ ബി അസ്ലിഹി, ആ ജസ്മാണ് എവിടെ ഉള്ളത്? മുഹററിലുള്ളത്. അത് എങ്ങനെ മനസ്സിലാക്കപ്പെടും? മഫ്ഹൂമാവും ബില്ലൗല, ഔല കൊണ്ട്. തറദ്ദുദ് തന്നെ ഉണ്ടെങ്കിൽ പൂർത്തിയാക്കണമെങ്കിൽ ജസ്മാക്കിയ പിന്നെ ഏതായാലും പൂർത്തിയാക്കണമല്ലോ. അപ്പൊ അത് ഒന്നാമത്തെ രൂപം. വലിയന്നൽ അസ്ല ഫിസാനിയത്തി, പിന്നെ രണ്ടാമത്തെ രൂപത്തില് ഫിസാനിയത്തി, രണ്ടാമത്തെ രൂപത്തില് അസ്ല് ആയതിന് വേണ്ടി അജ്മുൻ നിയ്യത്ത് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. അസ്ർ നിയ്യത്ത് ചെയ്തോ ഇല്ലേ എന്നാണ് സംശയം, അല്ലെ? അപ്പൊ അങ്ങനെ സംശയിച്ചാൽ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അസ്ല്. അപ്പോ അസ്ല് എന്താ അനുസരിച്ച് കസറ നിയ്യത്ത് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ കസറാക്കാൻ പറ്റൂലല്ലോ, താമാക്കണ്ടേ. ഇനി അപ്പൊ തന്നെ ഓർമ്മ വന്നാലോ, കസറ നിയ്യത്ത് ചെയ്തോ ഇല്ലേ എന്ന് സംശയം വന്നു. സംശയം വന്നിട്ട് അപ്പൊ തന്നെ ഓർമ്മ വന്നു. എന്നാലിപ്പോ കസറാക്കാൻ പറ്റുമോ? പറ്റൂല. അതാണ് പറയുന്നത് തദക്കുറുഹാൻ ഖുർബിൻ, ആ നിയ്യത്ത് ഓർമ്മ വന്നു, അതായത് കസറിന്റെ നിയ്യത്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഓർമ്മ വന്നു. ആ ഖുർബിൻ പെട്ടെന്ന് തന്നെ ഓർമ്മ വന്നു. ലായുഫീദുഹന, അത് ഇവിടെ ഉപകാരമില്ല. കൊണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ താമാക്ക് തന്നെ വേണം. കാരണം എന്തായാലും മുളി ജുസീമിൻ സലാത്തിഹി അലൽ ഇത്മാമി, ഇയാളെ നിസ്കാരത്തിന്റെ ഒരു ഭാഗം ഇത്മാമിന്റെ മേലായി കഴിഞ്ഞു കടന്നിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ അപ്പൊ ആ സംശയിച്ച ആ സമയം ഉണ്ടല്ലോ, ഈ ഓർമ്മ വരുന്നതിന് മുമ്പ്, അത് ചെറിയൊരു ജുസാണ്. അത് ഇത്മാമിന്റെ മേലെ കഴിഞ്ഞു നടന്നത്. ആ സമയത്ത് നിസ്കാരം ഇത്മാമാക്കൽ നിർബന്ധമായല്ലോ. അപ്പൊ ഇയാൾ ആ നിസ്കരിച്ച ഒരു ചെറിയ ഭാഗം അത് താമായ നിസ്കാരത്തിന്റെ മേലായിട്ടാണ് കഴിഞ്ഞത്. എന്ന സലാത്തഹു മുന്നക്കിതത്തുൻ, അയാളെ നിസ്കാരത്തിന്നൊരു ജുസ് ഇത്മാമിന്റെ മേൽ കഴിഞ്ഞു എന്ന് പറയലെങ്ങനെ? അത് അയാളെ നിസ്കാരം മുന്നക്കിതാണ്. അതുകൊണ്ട് അയാളെ നിസ്കാരം മുന്നക്കിത് അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ വരൂല. അപ്പൊ ഇത് നിസ്കാരം മുന്നക്കിതായതുകൊണ്ടാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ നിസ്കാരം ഫാസിദായിട്ടില്ല എന്നർത്ഥം. അങ്ങനെ തറദ്ദുദാവുമ്പോ സംശയിച്ചാല് നിസ്കാരം എന്താണ് ഫാസിദാകുന്ന ചില മസലകളുണ്ടല്ലോ, അങ്ങനെ ഫാസിദായെങ്കിൽ പിന്നെ ഇത്മാമിന്റെ മേൽ കഴിഞ്ഞു എന്ന് പറയാൻ കഴിയൂല. ഒബിഹി ഫാറക്കൻ അലീറോ ബിഷക്കി ബി അസ്ലി നിയ്യത്തി,
ഈ പറഞ്ഞതുകൊണ്ട് ഏത് ലിമുലീ ജുസീൻ എന്ന് പറഞ്ഞ ഇല്ലത്തുണ്ടല്ലോ, ആ ഇല്ലത്ത് കൊണ്ട് ഫർക്കായി, ഈ മസല ഫർക്കായി. നദീറഹു, അതിന്റെ നദീറിനോട് വേർപിരിഞ്ഞു. ഏത് വിഷയത്തിലുള്ള നദീർ? ഫിഷക്ക്, സംശയിക്കുന്നതിലുള്ള നദീർ. ഫി അസ്ലിൻ നിയ്യത്തി, എന്തിലാ സംശയിച്ച? അസ്ലിൻ നിയ്യത്തിൽ സംശയിച്ച. അപ്പൊ ആ നിയ്യത്ത് ചെയ്തോ അല്ലേ, നമസ്കരിക്കാൻ നിയ്യത്ത് ചെയ്തോ അല്ലേ എന്നൊരു സംശയം. ഇയാളിങ്ങനെ കൈകെട്ടി നിൽക്കുക, അപ്പോൾ ഒരു സംശയം. അപ്പൊ അവിടെ എന്താ അന്ന സമനഹു ഗൈറു മഹ്സൂബിൻ, കാരണം അതിന്റെ സമയം ഗൈറു മഹ്സൂബാണ്. പെട്ടെന്ന് ഓർമ്മ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്നുള്ളതാണ് അവിടെ. അതുകൊണ്ടാണ് ഇത് ഫർക്ക് പറയേണ്ടി വന്നത്. കാരണം എന്താണ്, ആ സംശയിച്ചുകൊണ്ട് കഴിഞ്ഞു കിടക്കുന്ന സമയമുണ്ടല്ലോ, അസലി നീയത്തിൽ സംശയിച്ചുകൊണ്ട് കഴിഞ്ഞു കിടക്കുന്ന ചെറിയ സമയം, പെട്ടെന്ന് ഓർമ്മ വരുന്നതിന് മുമ്പുള്ളത്, അത് ഗൈറു മഹ്സൂബാണ്, നിസ്കാരത്തിലായി പരിഗണിക്കുന്നതല്ല. പിന്നെ സമനഹു എന്ന് പറഞ്ഞാൽ സമന ഷക്ക് ഫി അസലി നീയത്തി എന്നർത്ഥം, ആ സംശയിച്ച സമയം. ഇന്നമാഫിയാൻഹു, പിന്നെ ആ സമയം എന്ത് ചെയ്തു? മഹൂനൻഹു ആണ്, അത് പൊറുക്കപ്പെട്ടു. കാരണം എന്താ? ലികസറത്തി ഉക്കൂഴിഹി, ഈ സംശയം അസലി നീയത്തില് സംശയം ഉണ്ടാകല് പലപ്പോഴും ഉണ്ടാകാറുണ്ട്, പലർക്കും ഉണ്ടാകാറുണ്ട്. അത് മറ്റേതിനെ അപേക്ഷിച്ച് കൂടുതലാണല്ലോ, എല്ലാവർക്കും അങ്ങനെ സംഭവിക്കുന്നല്ല. കസറ നിയ്യത്ത് ചെയ്തോ എന്നുള്ളത് സംശയിക്കുന്നതിനേക്കാൾ കൂടുതലായി സംഭവിക്കാറുണ്ട്. സവാലിഹിയാൻ ഖുർബിൻ ഗാലിബൻ, അങ്ങനെ ആ സംശയം എന്താണ്? പെട്ടെന്ന് മാറലും ഗാലിബാണ്. അപ്പൊ അതുകൊണ്ടാണ് എന്താക്കിയത്? അസല് നിയ്യത്തിൽ സംശയിക്കുമ്പോ അപ്പൊ തന്നെ ഓർമ്മ വന്നാല് നിസ്കാരം മുന്നേ പിന്നെ വാസിദാവൂല എന്ന് പറഞ്ഞത്. ഇവിടാണെങ്കിൽ താമാക്ക് തന്നെ വേണം. ഇനി വലി ലുസൂമിൽ ഇത്മാമി, മൂന്നാമത്തെ രൂപത്തില് താമാക്കണം എന്ന് പറയാൻ കാരണം എന്താ? 3 രൂപമാണല്ലോ പറഞ്ഞ ഫലവാഹറം മുതൽ ഇങ്ങോട്ട് പറഞ്ഞ്. അപ്പൊ വലി ലുസൂമിൽ ഇത്മാമി എന്ന് പറഞ്ഞത് പിന്നെ ലിത്തറദ്ദുദി ഫില്ലൂല എന്നതിന്റെ മേൽ അത്തുഫ, അതിന്റെ മേൽ ഇതും അത്തുഫാണ്. വലിയന്നൽ അസ്ല ഫിസാനിയത്തി എന്ന് പറഞ്ഞത് അതും അതിന്റെ മേൽ അത്തുഫ. ഇത്മാമ് നിർബന്ധമായതിനു വേണ്ടി അലാഹദിൽ ഇഹ്തിമാലൈനി, 2 ഇഹ്തിമാലിൽ ഒന്നനുസരിച്ച് ഇത്മാമ് നിർബന്ധമാണ്. പിന്നെ ഫിസാലിസത്തി, മൂന്നാമത്തെ രൂപത്തില്, കസാനിയത്തി, രണ്ടാമത്തെ രൂപം പോലെ. രണ്ടാമത്തെ രൂപത്തിൽ ഒരു ഇഹ്തിമാൽ അനുസരിച്ച്, അതായത് കസ്ർ എന്ന് നിയ്യത്ത് ചെയ്തില്ലെങ്കിൽ ഇത്മാമ് നിർബന്ധമാണല്ലോ. എന്ന പോലെ തന്നെ ഇമാമ് എഴുന്നേറ്റത് താമാക്കാനാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇയാൾക്കൊന്ന് ഇത്മാമ് നിർബന്ധമാണ് അല്ലെ, മറന്നിട്ടാണെന്നുണ്ടെങ്കിൽ നിർബന്ധമില്ല. അതുകൊണ്ടാണ് അലാഹദിൽ ഇഹ്തിമാലൈനി എന്ന് പറഞ്ഞത്. ഇനി വഫാറക്ക മാമറ, അപ്പൊ മുമ്പ് കഴിഞ്ഞ ഒന്നുമായിട്ട് ഇത് വ്യത്യാസപ്പെട്ടു. ഫിഷക്ക് ബി നിയ്യത്തിൽ ഇമാമിൽ മുസാഫിരി ബിത്തിദാൻ, മുമ്പ് കഴിഞ്ഞ എവിടെ കഴിഞ്ഞത്? മുസാഫിറായ ഇമാമിന്റെ നിയ്യത്തിൽ സംശയിച്ചു. ഇബ്തിദാൻ, തുടക്കത്തിൽ തന്നെ, അവ്വൽ സലാത്തിൽ തന്നെ സംശയം വന്നു. പിന്നെ അപ്പോ ബിഅന്ന സമ്മ ഖരീനത്തൻ അലൽ ഖസ്രി, അങ്ങനെ സംശയിച്ചാല് എന്താക്കാ? ഇയാള് ആ ഇമാമിന്റെ ലാഹിർ, അയാള് മുസാഫിറാണല്ലോ, അപ്പൊ ലാഹിർ കസറാക്കലാണല്ലോ എന്ന നിലക്ക് ഈ മഹ്മൂദ് തക്ബീറത്തിൽ ഇഹ്റാം ചെയ്തു കഴിഞ്ഞാല് ആ ഇമാമ് കസറാക്കുമെങ്കിൽ ഇയാൾക്ക് കസറാക്കാമെന്ന് പറഞ്ഞു. അപ്പോ അവിടെ നിയ്യത്തിൽ സംശയം ഉണ്ടായിട്ടും കസറാക്കാമെന്നാ പറഞ്ഞത്. അല്ല, ഇവിടാണ് അത് പറ്റൂല എന്നും പറഞ്ഞു. അപ്പോഴോ വ്യത്യാസം എന്താ? ബിഅന്ന സമ്മ കരീനത്തൻ, ആ മുമ്പ് കഴിഞ്ഞ സ്ഥലത്തൊരു കരീനത്ത് അടയാളമുണ്ട്, അലൽ കസരി, കസറിന്റെ മേലെ. ആ ഇമാമ് കസറാ നിയ്യത്ത് ചെയ്തത് എന്നതിന് അടയാളമുണ്ട്. അതായത് അയാൾ മുസാഫിറാണല്ലോ, അപ്പൊ അയാൾ ലാഹിറ് ഹാല് കസറാക്കുക എന്നുള്ളതാണല്ലോ എന്ന് അതവിടെ പറഞ്ഞിട്ടുണ്ട്. ഓ ഹുന, ഇവിടെ കരീനത്ത് ലാഹിറത്തും ബിൽ ഇത്മാമി, ഇവിടുത്തെ കരീനത്ത് ഇത്മാമിൽ ലാഹിറാണ്. കാരണം എന്താണത്? വഹുവ ഖിയാമുഹു ലിസ്സാലിസത്തി, ഇവിടെ അയാള് വഹുവ കരീനത്ത് എന്നർത്ഥം. പിന്നെ ഖിയാമുഹു എന്ന് ഖബർ മുദക്കറാണല്ലോ, അപ്പൊ അതിനെ പരിഗണിച്ചിട്ട് വഹുവ എന്നാക്കിയതാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഇമാമ് മൂന്നാമത്തതിലേക്ക് എഴുന്നേൽക്കുക എന്നുള്ളത് അത് താമാക്കുക എന്നതിന്റെ കരീനത്താണ്. അപ്പൊ അങ്ങനെ വ്യത്യാസമുണ്ട്. പിന്നെ അപ്പൊ ഇവിടെ എന്താക്കണം? ആ മൗമൂമ് താമാക്കി തന്നെ സ്കരിക്കണം. വമിൻസമ്മ, അതുകൊണ്ട് തന്നെ ലോ ഔജബ ഇമാമുൽ ഖസറ, ഇവിടുത്തെ കരീനത്ത് പിന്നെ ഇത്മാമിനാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇയാളെ ഇമാമ്
ഖസർ നിർബന്ധമാണെന്ന് വിശ്വസിക്കുന്ന ആളാണെങ്കിലോ അയാളെ മദ്ഹബ് അനുസരിച്ച് ഖസർ നിർബന്ധമാണ്. ഉദാഹരണത്തിന് ഹനഫി മദ്ഹബുകാരനാണ്, അയാൾ മുസാഫിറുമാണ്. അതൊക്കെ ഹനഫി മദ്ഹബുകാരനെ പോലെ അവർക്ക് ഖസറാക്കണമെങ്കിൽ 2 മർഹല പോലെ. അതാണ് ബഅദ സലാസി മറാഹില, 3 മർഹലയ്ക്ക് ശേഷം. 3 മർഹല യാത്ര ചെയ്യുന്ന ആളാണെന്നർത്ഥം. അങ്ങനെ 3 മർഹല യാത്ര ചെയ്യുന്ന ആള് 3 മർഹലയ്ക്ക് ശേഷം എന്താണ് ഖസറാക്കൽ നിർബന്ധമാണ്. അപ്പൊ അങ്ങനെ 3 മർഹല യാത്ര ചെയ്ത ആളാണ് എന്ത് ചെയ്യുന്നത്, ഇയാള് ഇമാമായി നിസ്കരിക്കുന്ന ആള്. അപ്പൊ അയാള് 3ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റാല് പിന്നെ മറതിയാണ് എന്നുള്ളത് ഉറപ്പാ. താമാക്കാൻ കഴിയൂല അവിടെ. അപ്പൊ താമാക്കുക എന്ന കരീനത്തില്ല. യൽസമുൽ ഇത്മാമു. അപ്പൊ ഈ മഅ്മൂമിന് ഇത്മാമ് നിർബന്ധമല്ല. കാരണം എന്താ, ഹംലലി ഖിയാമിഹി, അയാൾ എഴുന്നേറ്റതിനെ ഹംലി ചെയ്തതിനു വേണ്ടി. എന്തിന്റെ മേലെ, അലസഹവി, സഹുവിന്റെ മേലെ ഹംലി ചെയ്തതിനു വേണ്ടി. അതായത് അയാളിപ്പോൾ എഴുന്നേറ്റിട്ടുണ്ട്, അത് സഹുവാണ് എന്നുള്ളത് ഉറപ്പിച്ചു. പിന്നെ വലോ ഖാമൽ ഖാസിറുലി സാലിസത്തിൻ ഹംദ്, ഇനി ഈ ഖസർ നിയ്യത്ത് ചെയ്ത അയാൾ തന്നെ 3ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റാലോ, അംദൻ ബോധപൂർവ്വം എഴുന്നേറ്റതാണ്. ബിലാ മൂജിബിൽ ഇത്മാമി, ഇത്മാമിന്റെ കാരണങ്ങൾ ഒന്നുമില്ലാതെ, അതിനെ തേടുന്ന കാര്യങ്ങളൊന്നുമില്ലാതെ ഇയാളങ്ങ് എഴുന്നേറ്റു. എന്നാൽ ബത്തലത്ത് സ്വലാത്ത്, വേള നിസ്കാരം ബത്തിലാവും. ഏതാണ് അതിന്റെ നദീർ? കമാലോ കാമൽ മുത്തിമുലി ഹാമിസത്തിൻ, താമാക്കി നിസ്കരിക്കുന്ന ആള് 5ാമത്തെ റക്അത്തിലേക്ക് ബോധപൂർവം എഴുന്നേറ്റാല് നിസ്കാരം ബത്തിലാവുമല്ലോ. എന്ന പോലെയാണ് ഇവിടെ ഖസറാക്കുന്ന ആളിന് 2 റക്അത്തല്ലേ ഉള്ളൂ. അയാൾ 3ാമത്തേലേക്ക് ബോധപൂർവ്വം എഴുന്നേക്കുക എന്ന് പറഞ്ഞത് 4ാമത്തേന്ന് 5ാമത്തേലേക്ക് എഴുന്നേക്കും പോലെയാണ്. അപ്പൊ 2 നിസ്കാരം ബാത്തിലാവും. ഇനി വൈങ്കാന ഖിയാമുഹു ലഹാ സഹ്വൻ, അപ്പൊ എന്താണ് ബാത്തിലാവും എന്ന് പറഞ്ഞു. അപ്പോ ഇയാൾ എഴുന്നേറ്റത് ലഹാ 3ാമത്തേലേക്ക് സഹ്വൻ, സഹുവായിട്ടാണെങ്കിൽ ഫതദക്കറ, എന്നിട്ട് അതിന് ശേഷം ഓർമ്മയായി. ഔ ജഹ്ലൻ, അല്ലെങ്കിൽ ജഹിലായിട്ടാണ്. അങ്ങനെ എഴുന്നേക്കാൻ പാടില്ല എന്ന് ഞങ്ങൾക്ക് മസല അറിയില്ല. ജഹിലായിട്ടാ ഫാലിമ, പിന്നെ മസല അറിഞ്ഞത്. ആദ ഉജൂബൻ, എന്നാൽ എന്താക്കണം, നിർബന്ധമായി ഇയാൾ മടങ്ങണം. സജദ ലഹു, ഈ എഴുന്നേറ്റതിന് വേണ്ടി സഹു ഉണ്ടായല്ലോ, അപ്പൊ സഹുവിന് വേണ്ടി സുജൂദും ചെയ്യണം. അഥവാ സജദ ലഹു ഐ ലിഹാദ സഹ്വി എന്ന അംദഹു മൂത്തുലുൻ, കാരണം ഇത് ബോധപൂർവം ചെയ്താൽ ബാത്തിലാവും. അപ്പൊ ബോധപൂർവം ചെയ്താൽ ബാത്തില എന്ന് പറഞ്ഞു ചെയ്താൽ സഹുവിന്റെ സുജൂദാണ്. അല്ല, അതാണ് ഈ പറഞ്ഞത്. ഇനി വക്കദാലൗസാർ അലിൽ ഖിയാമി അഖ്റബ, ഇപ്പൊ കഴിഞ്ഞ രൂപത്തിൽ എഴുന്നേറ്റു എന്നാണ്. അപ്പൊ 3ാമത്തേലേക്ക് എഴുന്നേറ്റ് നിവർന്ന് നിന്നു എന്ന് അതിന്റെ അർത്ഥം. അപ്പൊ നിവർന്നങ്ങ് എത്തിയിട്ടില്ല, എന്നാലോ ഖിയാമിലേക്ക് അഖ്റബായിട്ടേ ഉള്ളൂ. എന്നാലും അങ്ങനെ തന്നെ. അതാ വക്കദാലൗ സാറലിൽ ഖിയാമി അഖ്റബ, ഇതുപോലെ തന്നെയാണ് ഖിയാമിലേക്ക് ഇയാൾ അഖ്റബായാലും. ലിമാമറഫി സുജൂദ് സഹ്വി, മുമ്പ് സഹുവിന്റെ സുജൂദിൽ ഈ മസല കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ട് അഖ്റബാകുമ്പോ അങ്ങനെ തന്നെയാണ്. അങ്ങോട്ട് അഖ്റബാകണം എന്നില്ല, ആ ഇരുത്തത്തിന്റെ പരിധി വിട്ടാൽ തന്നെ മതി എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതാ ഞാൻ പറയുന്നത്. പിന്നെ ബൽ വൈലം യസർ ഇലൈഹി അഖ്റബ, ഇയാൾ ആ ഖിയാമിലേക്ക് അഖ്റബായിട്ടില്ലെങ്കിലും നിസ്കാരം ബാത്തിലാവും. ലിമാമറ സമ്മ, അവിടെ പറഞ്ഞതിന് വേണ്ടി അനിൽ മജ്മൂഇനെ തൊട്ട് നക്കലായിട്ട് അവിടെ പറഞ്ഞ ഒന്ന്, അതിനു വേണ്ടി എന്താ വന്നത്, അന്ന തഅമ്മുദൽ ഖുറൂജാൻ ഹദ്ദിൽ ജുലൂസി, ഇരുത്തത്തിന്റെ ഹദ്ദിൽ നിന്നിട്ട് ഖാരിജാകുക എന്നത് ബോധപൂർവം ചെയ്താൽ അത് മുബത്തിൽ നിസ്കാരം ബാത്തിലാക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഖിയാമ കൊണ്ട് ഇവിടെ മൊത്തത്തിൽ ഉദ്ദേശം എന്ന് പറഞ്ഞാല് ആ ജുലൂസ് വിട്ടു കിടക്കുക എന്നാണ് അർത്ഥം. ജുലൂസിന്റെ പരിധി വിട്ട് മുകളിലേക്ക് ഉയർന്നാൽ മതി. എന്നാ പിന്നെ ഈ പറഞ്ഞ ബോധപൂർവ്വം തഅമ്മുദാണേ ബാത്തിലാവും, ഇല്ലെങ്കിൽ മടങ്ങണം. അങ്ങനെ വസല്ലമ, ആ സഹുവിന്റെ സുജൂദും ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമസ്കാരം സലാം കിട്ടുക. പിന്നെ അപ്പൊ ഇനി ഇങ്ങനെ ഓർമ്മയായ സമയത്ത് എന്താക്കി, ഇയാൾ മറന്ന് എഴുന്നേറ്റതാണ്. ഓർമ്മയായ സമയത്ത് ഇയാൾ പൂർത്തിയാക്കാന്ന് വിചാരിച്ചു. ഫൈൻ അറാദ, അപ്പൊ ഇനി ഇയാൾ ഉദ്ദേശിച്ചാൽ, അപ്പൊ ഹീന തദക്കുര്, ഇയാൾക്ക് ഓർമ്മ വന്ന സമയത്ത്, അപ്പൊ മറന്ന് 3ാമത്തേലേക്ക് എഴുന്നേറ്റ് ഓർമ്മ വന്നു. ഓർമ്മ വന്നപ്പോ ഇയാൾ ഉദ്ദേശിച്ചാൽ, എന്തുദ്ദേശിച്ചു, യുത്തിമ്മ, നിസ്കാരം പൂർത്തിയാക്കിയേക്കാം എന്നുദ്ദേശിച്ചാൽ ആദ ഉജൂബൻ, നിർബന്ധമായും എന്താക്കണം, ലിൽ ജുലൂസി, ഇരുത്തത്തിലേക്ക് മടങ്ങണം. ഇരുത്തത്തിലേക്ക് മടങ്ങിയിട്ട് പിന്നെ 3ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കണം. അങ്ങനെ സുമ്മനഹദ, അത് കഴിഞ്ഞ് എഴുന്നേൽക്കണം. ആ ഇരുന്നതിന് ശേഷം മുത്തിമ്മൻ,
ആ ഇത്മാമിനെ നിയ്യത്ത് ചെയ്തുകൊണ്ട് നാവിയൻ നല്ല ഇത്മാമാണ്. ഇത്മാമിനെ നിയ്യത്ത് ചെയ്തുകൊണ്ട് മൂന്നാമത്തെ റക്അത്തിലേക്ക് എഴുന്നേക്കണം. കാരണം എന്താ, അന്ന നുഹൂലഹു ഉൽഗിയ ലിസഹ്വി, കാരണം ആദ്യം എഴുന്നേറ്റത് മതിയാവൂല, അത് ലഘവാണ്. ഉൽഗിയ അത് ക്യാൻസൽ ചെയ്യപ്പെട്ടു. കാരണം എന്താ, ആ എഴുന്നേക്കൽ മതിയാവൂല. അതിൽ സെഹ്വി, അത് സെഹ്വുള്ളത് കൊണ്ട്, അത് സെഹ്വിന് വേണ്ടി എഴുന്നേറ്റതല്ലേ, അപ്പൊ അത് ശരിയാവില്ല, അത് ലഘവാ. അപ്പൊ വജബത്ത് ഇയാദത്തുഹു, അപ്പൊ ആ നുഹൂല് മടക്കൽ നിർബന്ധമാണ്. ആ എഴുന്നേക്കൽ മടക്കൽ നിർബന്ധമാണെന്ന് പറഞ്ഞാൽ ഇരിക്കണം, ഇരുന്നിട്ട് എഴുന്നേക്കണം അങ്ങനെ. ഇനി വസാബിഹ, ഈ ഖസറിന്റെ ഷർത്തിൽ ഏഴാമത്തെ ദവാമുസ്സഫിരി ഫി ജമീഇ സ്വലാത്തിഹി, ഇയാളെ നിസ്കാരം മുഴുവനത്തിലും യാത്ര നിലനിൽക്കുക എന്നുള്ളതാണ്. നിസ്കാരം തീരുന്നവരെ യാത്ര നിലനിൽക്കണം. അപ്പൊ ഖസറാക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ വെച്ചിട്ട് ഇയാൾ ഇഖാമത്ത് കരുതിയാല്, അല്ലെങ്കിൽ ഇയാള് പിന്നെ പോകുന്ന നാട്ടിലേക്ക് എത്തിപ്പോയാലും ഒക്കെ എന്തായി പോകും, പിന്നെ ഖസറാക്കാൻ പറ്റൂല, അത് പൂർത്തിയാക്കണം എന്നാ. ദവാമുസ്സഫരി ഫി ജമീഇ സ്വലാത്തിഹി കമാ ഖാല, മുസന്നിഫ് പറഞ്ഞ പോലെ എന്താ പറഞ്ഞ, യുസ്തറത്തു ലിൽ ഖസ്രി ഐലൻ, ഖസറിന് വീണ്ടും ഷർത്താക്കപ്പെടും കൗനുഹു മുസാഫിറൻ. കൗനുഹു എന്ന് പറഞ്ഞാൽ ആരാ, ഐനാവിലഹു, ആ ഖസർ നിയ്യത്ത് ചെയ്ത ആളായിരിക്കണം, മുസാഫിറായിരിക്കണം. ഫി ജമീഇ സ്വലാത്തിഹി, ഇവന്റെ നിസ്കാരം മുഴുവനത്തിലും. ഫലൗ നവൽ ഇഖാമത്ത, അപ്പൊ ഇയാള് ഇഖാമത്ത് കരുതിയാൽ, അൽ മുനാഫിയത്തൽ തറഹുസി, റുഖ്സയെ തേടുന്ന ഇഖാമത്ത് കരുതിയാൽ, ഫിഹ നിസ്കാരത്തിൽ വെച്ച് റുഖ്സയെ തേടുന്ന, അല്ല റുഖ്സയെ തേടുന്നല്ല, അതിനെതിരാകുന്ന, റുഖ്സയ്ക്ക് എതിരാകുന്ന ഇഖാമത്ത് എന്ന് പറഞ്ഞാൽ ഒന്ന് മുത്തലക്കൻ ഇഖാമത്ത്, അല്ലെങ്കിൽ 4 താമായ ദിവസം നമ്മൾ പറഞ്ഞല്ലോ, അതാണ് അതിന്. ആ റുഖ്സയ്ക്ക് എതിരാകുന്ന ഇഖാമത്ത് കരുതിയാൽ നിസ്കാരത്തിൽ വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഔഷക്ക ഫീ നിയ്യത്തിഹ, അല്ലെങ്കിൽ അങ്ങനെ നിയ്യത്ത് ചെയ്യണോ വേണ്ടേ എന്ന് സംശയിച്ചാൽ, ഔ ബലഗത്ത് സഫീനത്തുഹു, അല്ലെങ്കിൽ ഇയാളുടെ കപ്പലെത്തി, ഫിഹ നിസ്കാരത്തിലായിട്ട് ഇയാൾ നിസ്കരിച്ചോണ്ടിരിക്കുക, അപ്പോഴത്തേക്ക് കപ്പലെത്തി. എവിടെത്തി, ദാറ ഇഖാമത്തിഹി, ഇയാള് ഇഖാമത്ത് ഉദ്ദേശിച്ച നാട്ടിലേക്ക് എത്തി. ഔഷക്ക ഹൽ ബലഗത്ത് ഹ, അല്ലെങ്കിൽ ഇയാൾക്ക് നിസ്കാരത്തിന്റെ ഇടയിൽ ഒരു സംശയം, കപ്പൽ ഇപ്പം ആ നാട്ടിലേക്ക് എത്തിയോ. ഈ രൂപത്തിലെല്ലാം അത്തമ്മ ഇയാൾ പൂർത്തിയാക്കണം. ലിസവാലി തഹഖുഖ് സബബി റുഖ്സത്തി, റുഖ്സയുടെ സബബ് ഉണ്ടാകുക എന്നത് നീങ്ങിയതിന് വേണ്ടി. അതിന്റെ കാരണം എന്താണ്, ഉറപ്പായിരിക്കണമല്ലോ, അതില്ലാതായി. അപ്പൊ അതുകൊണ്ട് കാരണം ഉണ്ട് എന്നുള്ള ഉറപ്പില്ലാതായി. ഇനി വസാമിനുഹ, എട്ടാമത്തെ ഷർത്ത് കൗനുഹു ആലിമൻ ബി ജവാസിൽ ഖസ്രി, ഖസ്ർ ജായിസാണ് എന്നുള്ളത് അറിയുന്ന ആളായിരിക്കണം. ഫൈൻ ഖസറ ജാഹിലൻ ബിഹി, അപ്പൊ ഖസ്ർ ജായിസാണെന്ന് ഇയാൾക്ക് അറിയില്ല, ഇയാൾ ജാഹില, എന്നാൽ ലം തസിഹ സലാത്തുഹു, ഇയാളെ നിസ്കാരം സഹിയാവൂല. ലിതലാഉ ബിഹി, അതൊരുമാതിരി കളിയല്ലേ. 4 റക്അത്തുള്ള ളുഹർ 2 റക്അത്തായി ചുരുക്കി നിസ്കരിക്കൽ അനുവദനീയാണെന്ന് അറിയാതെ ഒരാളെന്ത് ളുഹർ 2 റക്അത്ത് നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ കളിയാണ്. അപ്പൊ അതുകൊണ്ട് എന്താണ്, ഖസ്ർ ശരിയാവൂല, നമസ്കാരം ശരിയാവൂല. ഇനി ഷർത്തല്ലാത്ത ചില മസലകളും കൂടി പറയാം. വൽ ഖസ്റു അഫ്ളലു മിനൽ ഇത്മാമി, ഇത്മാമിനേക്കാൾ അഫ്ളൽ ഖസ്റാണ് അലൽ മഷ്ഹൂരി, മഷ്ഹൂർ അനുസരിച്ച്. അപ്പൊ ഇദാ ബലഗ സലാസ മറാഹിൽ എന്ന, ഇദാ ബലഗ സഫറുൽ മുബീഹു ലിൽ ഖസ്രി, ഖസ്റിനെ മുബാഹാക്കുന്ന യാത്ര എത്തിയാൽ, എത്ര എത്തി, 3 മർഹല എത്തിയാൽ, 3 മർഹല എത്തിയാല് പിന്നെ 3 മർഹല എന്ന് പറഞ്ഞത് 132 കിലോമീറ്റർ ആണല്ലോ, നമ്മള് 2 മർഹല എന്ന് പറഞ്ഞത്. അപ്പൊ 66 കിലോമീറ്റർ ആണ് എന്ത്, 1 മർഹല. 66നെ 3 കൊണ്ട് ഗുണിച്ചാല് 198 കിലോമീറ്റർ ഉണ്ടാവും. അപ്പൊ 198 കിലോമീറ്റർ ഉണ്ടെങ്കിൽ, യാത്ര 198 കിലോമീറ്റർ ഉണ്ട് എന്നുണ്ടെങ്കിൽ വയില്ല, അപ്പൊ ഖസറാണ് അഫ്ളല്. വയില്ല പല്ലിത്തുമാമോ അഫ്ളലു, അല്ലെങ്കിൽ ഇത്തുമാമാണ് അഫ്ളല് 3 മർഹല ഇല്ലെങ്കിൽ. അപ്പൊ 2 മർഹലന്റെയും 3 മർഹലന്റെയും ഇടയിൽ യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾക്ക് ഇത്തുമാം അഫ്ളല. എന്തിനാ അത്, ഖുറൂജൻ മിൻ ഇജാബി അൻ അബീ ഹനീഫ റളിയല്ലാഹു അൻഹു അൽ ഖസ്റ ഫിൽ അവ്വലി വൽ ഇത്മാമ ഫിസ്സാനി. അത് രണ്ടും എന്താണ്, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹുവിന്റെ
ഖിലാഫുള്ളത് കൊണ്ട് ഒന്നാമത്തേൽ കസറിനെ നിർബന്ധമാക്കി. അതായത് 3 മർഹലുള്ള യാത്രയിൽ ഇമാമുല്ലാലും പറഞ്ഞത് കസർ നിർബന്ധമാണ് എന്നാ. അപ്പൊ അതുകൊണ്ട് നമുക്ക് കസർ അഫ്ളലായി. 3 മർഹല ഇല്ലെങ്കിൽ ഇത്മാമ് നിർബന്ധമാണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇത്മാം എന്തായി? അഫ്ളലായി എന്നാ. പിന്നെ 3 മർഹല എന്നുള്ളതാണ് അസ്ല് മദ്ഹബിലുള്ളത്. അത് പിന്നെ 2 മദ്ഹബിന്റെയും മാനദണ്ഡം വെച്ച് കൂട്ടുമ്പോ ചിലപ്പോൾ വ്യത്യാസം വരും. ഇപ്പൊ നമ്മള് 48 മൈല് ഹാഷിമിയ്യത്താണ് എന്ന് പറഞ്ഞല്ലോ. അവിടെ തന്നെ 300 എത്രയാണ് 2 മർഹല എന്നുള്ള പറയുന്നവർ തന്നെ എത്രയാണ് ഈ 2 മർഹല? 48 മൈലാണോ 30 മൈലാണോ? പിന്നെ ആ മീല് മാറ്റിയിട്ട് ദിറാ ആക്കുമ്പോ എത്രയാണ്? അത് 6000 ദിറാ ആണോ, 4000 ദിറാ ആണോ, 3500 ദിറാ ആണോ? ഇങ്ങനെ അത് വേറെ ചില കാരണങ്ങളാൽ വരുന്ന ഖിലാഫ. അങ്ങനെ നോക്കുമ്പോ അബൂ ഹനീഫ ഇമാമിന്റെ അടുക്കൽ 198 കിലോമീറ്റർ, ഹനഫി മദ്ഹബിൽ 198 കിലോമീറ്റർ എന്നല്ല. അത് നമുക്ക് പ്രശ്നമില്ല. അത് പിന്നെ തഹ്വീലിൽ വരുന്ന ഖിലാഫാണ്. അസ്ല് 2 മർഹല 3 മർഹല എന്നാണ്. അപ്പൊ അതാണ് അതിനോടാണ് ഹുക്മ് ബന്ധിപ്പിച്ചത്. പിന്നെ നഅമൽ അഫ്ളലു ലിമൻ വജദ ഫീ നഫ്സിഹി കറാഹത്തൽ ഖസ്രി. എന്നാൽ ഈ 2 മർഹല 3 മർഹല ഇതിന്റെ ഇടയിൽ ഇത്മാം അഫ്ളൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ കസർ തന്നെ അഫ്ളലാകുന്ന രൂപമുണ്ട്. അതാണ് പറയുന്നത്. നാം അതെ, നേരത്തെ പറഞ്ഞ അങ്ങനെ തന്നെ എന്നതോടുകൂടെ അല്ല അഫ്ളലു, ഏറ്റവും അഫ്ളൽ ലിമൻ ഒരാളിന് വജദ ഫീ നഫ്സി അയാളെ മനസ്സിലെത്തിച്ചു കറാഹത്തൽ ഖസ്രി, ഖസറിനോടുള്ള ഒരു ഖസർ വേണ്ടത് ഒരു റുഖ്സല്ലേ എന്നൊരു തോന്നല്. റുഖ്സയാണെന്ന് അറിഞ്ഞുകൊണ്ട് അത് വേണ്ട എന്നുള്ള തോന്നലാവുമ്പോഴായത്. അല്ലാതെ സുന്നത്തിനോടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോടുള്ളൊരു വെറുപ്പ് എന്നായി പോയാല്, അതുകൊണ്ടുള്ളൊരു കറാഹിയത്ത് വന്നു പോയാൽ അത് കുഫ്റാണ്. വല്ലിയാദു ബില്ലാഹ് സുമ്മല്ലിയാദു ബില്ലാഹ്. അതുണ്ടാകാൻ പാടില്ല. അപ്പൊ കറാഹിയത്തൽ ഖസർ എന്ന് പറഞ്ഞാല് ആ റുഖ്സയല്ലേ എന്ന നിലക്ക് ഒരു ഇഷ്ടക്കുറവ്, അത്രേ ഉള്ളൂ. എന്നാൽ ഇയാളെന്താക്കണോ? ഇയാളെ മനസ്സിനെ ചികിത്സിക്കണം. ആ ഇഷ്ടക്കുറവ് ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അതിനെന്താക്കണം? ഇയാള് കസറാക്കലാണ് ഇയാൾക്ക് അഫ്ളല്. ഔ ശക്ക ഫീഹി, അല്ലെങ്കിൽ കസർ അനുവദനീയാണോ അല്ലേ എന്ന് സംശയിച്ചു. പിന്നെ കസർ അനുവദനീയാണോ അല്ലേ എന്ന് സംശയിച്ചു എന്ന് പറഞ്ഞാല് അസ്ല് കസർ അനുവദനീയാണോ അല്ലേ എന്നുള്ളത് സംശയിച്ചു എന്നല്ല. അത് ജായിസാണ് ശറയിൽ ഇയാൾക്കറിയാം എന്നതോടുകൂടെ തന്നെ അതിന്റെ ജവാസിലൊരു ശുബഹത്ത്, അതായത് ശുബഹത്ത് എന്ന് പറഞ്ഞാല് ഇത് ഖബർ വാഹിദ് കൊണ്ട് സ്ഥിരപ്പെട്ടതല്ലേ. ഖബർ വാഹിദ് ഇപ്പൊ അങ്ങനെ ഇത്രയും ശക്തിയായ കവിയായ ഇല്ലത്തൊന്നും അല്ല, തെളിവൊന്നും അല്ലല്ലോ. ഖബർ വാഹിദ് ഹുജ്ജത്തല്ല എന്ന് പറഞ്ഞവരില്ലേ, ഉസൂലിൽ ഖിലാഫില്ലേ എന്നൊക്കെ ഒരു തോന്നല്. അതാണ് ആ ഷക്ക് എന്ന് പറഞ്ഞത്. ഔക്കാന മിമ്മ യുക്തദാ ബിഹി, അല്ലെങ്കിൽ ഇയാള് പിൻപറ്റപ്പെടുന്ന ആളാണ്, ഇയാളൊരു ആലിമ, അയാള് ഹദറത്തിനാസ് ജനങ്ങളുടെ ഹദറത്തിലായിട്ട്. അപ്പോ ഇയാള് മറ്റ് ഇയാളെ കൂടെ വേറെ ആൾക്കാരും ഉണ്ട്. അപ്പൊ എന്താകണം? ഇയാള് കസറാക്കണം. ഇല്ലെങ്കിൽ ജനങ്ങൾക്ക് തോന്നിപ്പോവും അവർക്ക് ഈ കസറിനോടൊരു താല്പര്യക്കുറവ് വന്നു പോകും. അങ്ങനെ വരാൻ പാടില്ല. അൽ ഖസ്ർ മുത്തറക്കൻ. അപ്പൊ അൽ അഫ്ളലു ലിമൻ വജദ എന്നിങ്ങനെ പറഞ്ഞിട്ട് 3 ലിമൻ വജദ ഔ ശക്ക ഔ കാന മിമ്മ യുക്തദാ ബിഹി ബിഹദറത്തിന്നാസ്, ജനങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ഇവർക്കൊക്കെ അൽ ഖസ്റു ഖസ്റാണ് അഫ്ളല് മുത്തലക്കൻ, മുത്തലക്കായിട്ടും. അതായത് 3 മർഹല ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി എന്നാണ്. ബൽ യുക്റഹു ലഹുൽ ഇത്മാമു, ഇവർക്ക് അഫ്ളൽ ഖസറാണെന്ന് മാത്രമല്ല ഇത്മാം ഇവർക്ക് കറാഹത്താണ്. ഇവർക്കതാ ഇങ്ങനെ തന്നെ ദായിമി ഹദസിൻ, ദായിമുൽ ഹദസിന് ഇങ്ങനെയാണെന്ന് പറഞ്ഞാല് പിന്നെ അയാൾക്ക് അഫ്ളല് ഖസറാണ്. ലൗ ഖസറ, ഇയാള് ഖസറാക്കിയാല് ദായിമുൽ ഹദസ് ഖസറാക്കി നിസ്കരിച്ചാല് ഖലാ സമനു സലാത്തിഹി, ഇയാളെ നിസ്കാരത്തിന്റെ സമയം ഒഴിഞ്ഞു കിട്ടും. മൻ ജറയാനിഹി, ആ ഹദസ് പുറപ്പെടുന്നതിനെ തൊട്ട് ഒഴിഞ്ഞു കിട്ടും. എന്നാൽ ഖസറാക്കി വേഗം അങ്ങ് നിസ്കരിച്ചു കഴിഞ്ഞാല് ആ സമയത്ത് കുറഞ്ഞ സമയമായതുകൊണ്ട് ആ ഹദസില്ലാതെ കഴിച്ചിലായി കിട്ടും. അപ്പൊ അയാൾക്കും അഫ്ളല്. കമാ ബഹസഹുൽ അദ്റായിയു, ഇമാം അദ്റായി റഹിമഹുല്ലാ ബഹസ് ചെയ്ത് അങ്ങനെയാണ്. അമ്മാലോക്കാന, അപ്പൊ നിസ്കാരത്തിന്റെ സമയം മാത്രം ഹദസ് നിന്ന് ഒഴിഞ്ഞു കിട്ടുമ്പോഴാണ് പറഞ്ഞ അഫ്ളല് എന്ന് പറഞ്ഞത്.
എന്നാൽ അമ്മാലോ കാനലോ കസറ ഖലാസമനു വുളൂഇഹി വസലാത്തിഹി അൻഹു, അയാള് കസറാക്കിയാല് കസറിന്റെ സമയം മാത്രമല്ല ഓളു എടുക്കുന്ന സമയം കൂടിയിട്ട് എന്താവും ആ ഹദസിനെ തൊട്ട് ഒഴിഞ്ഞു കിട്ടുമെങ്കിൽ ഫയജിബുൽ ഖസ്റു, ഖസ്ർ നിർബന്ധമാണ്. കമാഹുവ ലാഹിറുൻ, ലാഹിറനുസരിച്ച് ഖസ്ർ നിർബന്ധമാണെന്ന് പറഞ്ഞാൽ ഇയാള് മുസാഫിറാണ്, യാത്രക്കാരനാണ്, അല്ലാത്ത ആളല്ല. ഇനി വലി മല്ലാഹിൻ, കപ്പിത്താനും അഫ്ളല്, ലിമൻ വല്ലഫ്ലു ലിമൻ വജദ എന്ന് പറഞ്ഞില്ലേ, ആ ലിമൻ വജദന്റെ മേലെ അത്തഫാണ്. അപ്പൊ വല്ലഫ്ലു ലിമല്ലാഹിൻ, കപ്പിത്താന് അഫ്ളല്. എങ്ങനത്തെ കപ്പിത്താന്? മാഹു അഹ്ലുഹു, അയാളെ കൂടെ അയാളെ അഹിലുകാരുണ്ട് കപ്പലില്, ഭാര്യ മക്കളൊക്കെ ഉണ്ട്. ഇത്തുമാമ മുത്തലക്കൻ, അയാള് താമാക്കലാണ് മുത്തലക്കൻ. ഇത്തുമാമാണ് അഫ്ളല്. മുത്തലക്കൻ എന്ന് പറഞ്ഞാല് നേരത്തെ പറഞ്ഞ പോലെ 2 മറഹലുണ്ടെങ്കിലും ശരി, ഇല്ലെങ്കിലും ശരി, അല്ല 3 മറഹലുണ്ടെങ്കിലും ശരി, ഇല്ലെങ്കിലും ശരി. അപ്പൊ 3 മറഹല എത്തുന്ന യാത്രയാണെങ്കിലും ഈ കപ്പിത്താൻ എന്താണ്? പൂർത്തിയാക്കലാണ് അഫ്ളല്. ഈ അന്നഹു വത്തനുഹു, കാരണം എന്താ? ആ കപ്പല് എന്ന് പറഞ്ഞത് അയാളെ നാടാ, അഹിലുകാരായി തന്നെയാണെന്നുണ്ടെങ്കിൽ താമസപ്പയിലായില്ലേ. പിന്നെ അപ്പൊ അത് വത്തനായി എന്നതുകൊണ്ടും എന്ന പോലെ പിന്നെ വത്തനായെങ്കിൽ പിന്നെ അഫ്ളലല്ലല്ലോ ആകുക. അത് ഹഖീഖിയായ വത്തനല്ലത്, വത്തന് പോലെയാണ്, അങ്ങനെ പറ്റുള്ളൂ. ഖുറൂജൻ മിൻ അഹ്മദ് അൽ ഖസറ ലഹു, ഇമാം അഹ്മദ് റളിയല്ലാഹു പാടില്ല എന്ന് പറഞ്ഞ ഖിലാഫിൽ നിന്ന് ഒഴിവാകാനും. എന്തു പാടില്ല എന്ന് പറഞ്ഞാൽ ഖസർ പാടില്ല എന്ന് പറഞ്ഞു. ലഹു, ഈ കപ്പിത്താന് ഖസർ അനുവദനീയല്ല എന്ന് പറഞ്ഞു, അതിനെ തൊട്ട് ഒഴിവാകാൻ വേണ്ടിയും. വക്കത, ഇങ്ങനെ തന്നെ മല്ല വത്തന ലഹു അദാമ സഫറ ബറൻ. ഇപ്പൊ ഈ കപ്പിത്താൻ എന്താണ്? അയാളിങ്ങനെ എപ്പോഴും യാത്ര ചെയ്തോണ്ടിരിക്കുകയല്ലേ. ഇവിടുന്ന് കപ്പലുമായിട്ട് അങ്ങോട്ട് പോകും, അവിടെ എത്തിയിട്ട് തിരിച്ച് കപ്പലുമായിട്ട് ഇങ്ങോട്ട് വരും, പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെ അടുത്ത തുറമുഖത്തേക്ക് പോകും. ഇങ്ങനെ കപ്പലുമായി നടക്കുന്ന ആളാ. ഇതുപോലെ തന്നെ സ്വന്തം നാടില്ലാത്ത ഒരാള് മല്ല വത്തന ലഹു, എന്നിട്ടോ അദാമ സഫറ, ഇയാള് സ്ഥിരയാത്രക്കാരനാണ്. ബറൻ, കരയില, എപ്പോഴും ഇങ്ങനെ യാത്ര ചെയ്യുന്ന ആള്. അപ്പൊ അയാൾക്കും എന്താണ് ഈ ഇത്മാം അഫ്ളല് എന്ന് പറഞ്ഞു. ഖുദ്ദിമ. അപ്പൊ വേറൊരു ചോദ്യം, അഹ്മദ് ഇമാമിന്റെ ഖിലാഫ് ഖസ്ർ പാടില്ല എന്നുള്ളതാ. ഇത് മുന്തിച്ചത് എന്താ? ഖസ്ർ നിർബന്ധമാണ് എന്ന് പറഞ്ഞ അബൂ ഹനീഫ ഇമാമിന്റെ ഖിലാഫ് പരിഗണിക്കാഞ്ഞത്. അപ്പൊ ഖുദ്ദിമ, ഇമാം അഹ്മദ് റളിയല്ലാഹുവിന്റെ ഖിലാഫിനെ മുന്തിച്ചു അല ഖിലാഫ് അബീ ഹനീഫത്ത, അബൂ ഹനീഫ റളിയല്ലാഹുവിന്റെ ഖിലാഫിനേക്കാൾ. അബൂ ഹനീഫ റളിയല്ലാഹുവിന്റെ ഖിലാഫ് അനുസരിച്ച് ഖസ്ർ നിർബന്ധം എന്നാ. പിന്നെ അപ്പോ മല്ലാഹിന് ഖസ്ർ അഫ്ളലാണെന്ന് വരണം, അത് പരിഗണിച്ചാല്. അത് ഇത് പരിഗണിക്കാൻ കാരണം ഖുദ്ദിമ, അത് തഖ്ദീം ചെയ്യാൻ കാരണം ലിഇത്തിലാദിഹി ബിൽ അസ്ലി, അഹ്മദ് ഇമാമിന്റെ ഖിലാഫ് ശക്തിപ്പെടുത്തപ്പെട്ടതാണ് അസ്ലുകൊണ്ട്. അസ്ലെന്താ? ഖസ്റില്ല, 4 റക്അത്ത് നിസ്കരിക്കണം എന്ന് തന്നെ അതിന് ശക്തിയുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് മുന്തിച്ചതെന്ന് അർത്ഥം. ഇനി വമിസ്ലു ദാലിക കുല്ലു ഖസ്റിൻ ഉഖ്തുലിഫ ഫീ ജവാസിഹി, ഇങ്ങനെ തന്നെയാണ് എല്ലാ ഖസ്റായ നിസ്കാരവും. അത് ജായിസാണോ അല്ല എന്നുള്ളതിൽ മദ്ഹബിന്റെ ഇടയിൽ ഖിലാഫുണ്ട്. പിന്നെ ഏതുപോലെ കൽ വാഖി ഫി സമാനിയത്തി അശറ യൗമൻ, 18 ദിവസത്തിൽ നേരത്തെ പറഞ്ഞ ഖിലാഫ് പോലെ. അതായത് ഒരു കാര്യം നേടാൻ വേണ്ടിയിട്ട് ഒരിടത്ത് നിൽക്കുക, അത് നേടിക്കിട്ടിയാൽ എന്താണ് അപ്പൊ പുറപ്പെടുന്നു വിചാരിച്ച് നിൽക്കുക. അങ്ങനെയാണ് 18 ദിവസം വരെ പോകാൻ പറഞ്ഞു. അല്ല 18 ദിവസം പറ്റൂല, 4 ദിവസം തന്നെ പറ്റുള്ളൂ എന്ന് അവിടെ ഒരു ഖിലാഫ് പറഞ്ഞല്ലോ. അപ്പൊ ആ സ്ഥലത്തും അതാ വല്ലഫ്ളലു വൽ ഇത്മാമു ലിദാലിക, അവിടെയും അഫ്ളല് ഇത്മാമാണ് ലിദാലിക എന്ന് പറഞ്ഞാൽ ഈ ഖിലാഫിൽ നിന്ന് ഒഴിവാകുന്നതിന് വേണ്ടി എന്നർത്ഥം. പിന്നെ ഇനി വഖത്ത് തജിബുൽ ഖസ്റു, ചിലപ്പോ ഖസ്ർ നിർബന്ധാകും. ഖസ്ർ ചിലപ്പോ നിർബന്ധാകുന്നുണ്ട്, അതാ ഞാൻ പറയുന്നത്. ലുഹ്റ ബിന്ദിക്കും പോലെ. എന്തിന്? ലി യജ്മ, ജമ്മാക്കാൻ വേണ്ടി, തഹീറം പിന്തിച്ച് ജമ്മാക്കാൻ വേണ്ടിയിട്ട് എന്താക്കി? ലുഹ്റ ബിന്ദിച്ച്. ഏതുവരെ? ഇലാ അല്ലം യബ്ഖ മിൻ വഖ്തിൽ ഖസ്രി, ഖസ്റിന്റെ സമയത്തിൽ നിന്ന് ശേഷിക്കുന്നില്ല. ഇല്ലാമാ യസഉ, ഏതല്ലാതെ വിശാലമാകുന്ന ഒന്നല്ലാതെ. 4 റക്അത്തിൻ,
4 റക്അത്തിന്റെ സമയമല്ലാതെ ശേഷിക്കുന്നില്ല. അത് അങ്ങനെ ബന്ധിച്ച് ഫയൽസമുഹു ഖസ്റുൽ ളുഹ്രി. അപ്പൊ എന്താക്കണം? ളുഹറിന്റെ ളുഹർ ഖസ്റാക്കൽ നിർബന്ധമാണ്. എന്തിനാൽ യുദ്രിക്കൽ അസർ വക്തിൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഇല്ല, ളുഹർ തന്നെ 4 റക്അത്ത് നിസ്കരിച്ച പിന്നെ അസർ പുറത്തായി പോകൂലേ, സമയം കഴിഞ്ഞു പോകും. കാരണം എന്താ, ആകെ 4 റക്അത്ത് നിസ്കരിക്കാനുള്ള സമയമുള്ളൂ. സുമ്മ ഖസ്റു അൽ അസ്രി, പിന്നെ അസർ ഖസ്റാക്കൽ അത് നിർബന്ധ. എന്തിനാൽ തക്കാ കുല്ലുഹ ഫിൽ വക്തി, അസർ മുഴുവൻ വക്തിൽ കിട്ടാൻ വേണ്ടി. അപ്പൊ ഇവിടെ ളുഹറും അസറും എന്താക്കണോ? ഖസ്റാക്കൽ നിർബന്ധാണ്. കഥാ ബഹസഉൽ ഇസ്നവിയ്യു ഗൈറുഹു, ഇമാം ഇസ്നവി ഗൈറുഹു ഇത് ബഹസാക്കിയിട്ടുണ്ട്. അഖദം മിൻ ഖൗലി ഇബ്നു റിഫാ റഹിമഹുല്ലാഹിന്റെ ഖൗലിന്ന് പിടിച്ചുകൊണ്ടാണ് അങ്ങനെ ബഹസ് ചെയ്തത്. എന്താ ഖൗല്? ലൗലാഖൽ വഖ്തു ഫാറഹഖഹുൽ ഹദസു, വക്ത് കുടുസായി, ഇയാൾക്ക് അശുദ്ധി മുട്ടുന്നുണ്ട്. അർഹക്കാന്ന് പറഞ്ഞാൽ അടുത്തെത്തീന. ഇപ്പൊ ഇയാൾക്ക് മലമൂത്ര വിസർജനത്തിന് ആവശ്യമായിട്ടുണ്ട്. ബിഹൈസു ലൗ ഖസറ, ഇയാൾ ഖസറാക്കി നിസ്കരിച്ചാല് മഴ മുദാഫഅത്തിഹി, അശുദ്ധിക്ക് മുട്ടുന്നതോടുകൂടെ വിസർജനത്തിന് മുട്ടുന്നതോടുകൂടെ ഖസറാക്കി നിസ്കരിച്ചാൽ അദറക്കഹ ഫിൽ വക്തി, ആ നിസ്കാരം എന്താക്കും? നിസ്കാരം കുടുസായി നമ്മൾ പറഞ്ഞല്ലോ, ലൗലാഖൽ വക്തു അദറക്കഹ, നിസ്കാരം എത്തിക്കും, ഫിൽ വക്തി, വക്തിൽ തന്നെ എത്തിക്കും. മീൻ ഗൈരി ലററിൻ, ലററില്ലാതെ, അതായത് അശുദ്ധിക്ക് മുട്ടുന്നതിന്റെ ലററൊന്നും ഉണ്ടാകുകയില്ല. അങ്ങനെ ഒരു ആവശ്യമുണ്ട് എന്ന് മാത്രം. നിസ്കാരം ഖളാകാതെ തന്നെ നിർവഹിക്കാം. വലോ അഹദതാവത്തവല്ല ലം യുദ്രിക്ഹ ഫീഹി, ഇയാള് പോയിട്ട് വിസർജനം കഴിഞ്ഞു വന്ന് ഒളു എടുത്തിട്ട് വന്നാൽ ലം യുദ്രിക്ഹ, നിസ്കാരം കിട്ടൂല, ഫീഹി വക്തിൽ കിട്ടൂല. ഇങ്ങനെ ആകുമ്പോ ലസിമഹുൽ ഖസ്റു, ഇയാൾക്ക് ഖസ്ർ നിർബന്ധാണ്. അപ്പൊ ഖസ്റാക്കി വേഗം നിസ്കരിച്ചിട്ട് പിന്നെ വിസർജനത്തിന് പോവുക, ഇത് നിർബന്ധാണ്. വബിഹി ഉലമു, അപ്പൊ ഈ പറഞ്ഞ ഇല്ലത്ത്, ഈ ബഹ്സുണ്ടല്ലോ, ഇമാം സനവിന്റെ ബഹ്സ്, അതുകൊണ്ട് മനസ്സിലായി, അറിയപ്പെട്ടു അന്നഹു മത്താലാക്കൽ വക്തു അനിൽ ഇത്മാമി, ഇത്മാമിനെ തൊട്ട് വക്ത് ലയ്യക്കായി കഴിഞ്ഞാൽ വജബൽ ഖസ്റു, ഖസ്റു വാജിബാണ്. അന്നഹു ലൗലാക്ക വക്തുൽ ഊല അനി തഹാറത്തി വൽ ഖസ്രി, ഇതും അറിയപ്പെട്ടു. അന്നഹു എന്തറിയപ്പെട്ടു? ലൗലാക്കൽ വക്തുൽ ഊല, ഒന്നാമത്തെ നിസ്കാരത്തിന്റെ സമയം കുടുസായി തഹാറത്തിനെ തൊട്ടും ഖസറിനെ തൊട്ടും. തഹാറത്തിനും ഖസറിനും സമയം മതിയാകുന്നില്ല. എന്നാൽ ലസിമഹു, അയാൾക്ക് നിർബന്ധമാണ് നിയ്യത്ത് തഹീരി, ആ നിസ്കാരം, ഒന്നാമത്തെ നിസ്കാരം ളുഹ്ർ അല്ലെ മഗ്രിബ്, ഇതിനെ പിന്തിക്കുക എന്ന് നിയ്യത്ത് ചെയ്യണം. ഇലത്താനിയത്തി, രണ്ടാമത്തെ വക്തിലേക്ക് പിന്തിക്കാന്ന് നിയ്യത്ത് ചെയ്യണം. എന്തിനാൽ ഈ ഖുദ്റത്തിഹി അലാ ഈഖാഇഹ ബിഹി അദാ, അപ്പൊ ഇയാൾക്ക് കഴിവുണ്ടാവും, സാധിക്കും. അലാ ഈഖാഇഹ, നിസ്കാരം നിർവഹിക്കുക, ബിഹി, ഈ തഹീറോടുകൂടെ, തഹീർ കൊണ്ടിട്ട് അതിനെ നിർവഹിക്കാൻ കഴിയും. അതാ ആയിട്ട് നിർവഹിക്കാൻ കഴിയും എന്നാ. അപ്പൊ അങ്ങനെ പിന്തിച്ച് എമ്മാക്കല് നിയ്യത്തേല് നിർബന്ധമുള്ള ഒരു സ്ഥലമാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി വസ്സൗമു ഫി റമളാൻ അഫ്ളലു മിനൽ ഫിത്രി, ഇനി നോമ്പിന്റെ വസ്സല പറയാം. യാത്രക്കാരനാവുമ്പോ വസ്സൗമു ഫി റമളാൻ വയുൽഹഖു ബിഹി, റമളാനിലെ നോമ്പ് എന്ന് പറഞ്ഞിട്ട് ആ റമളാനിലെ നോമ്പിനോട് ചേർക്കപ്പെടുന്നതാണ് കമാഹു വലാഹിറുൻ കുല്ലു സൗമിൻ വാജിബിൻ, വാജിബായ എല്ലാ നോമ്പും, ബിനഹ്വിൻ എതിരിൻ, നേർച്ച പോലത്തെ ഉണ്ടാവും, ഖളാഇൻ അല്ലെ ഖളായ നോമ്പ്, ഔ കഫാറത്തിന് അല്ലെ കഫാറത്ത്, ഇങ്ങനെയൊക്കെയുള്ള നോമ്പുകള്. പിന്നെ അത് യാത്രയില് പ്രയാസമില്ല എന്നുണ്ടെങ്കിൽ നോമ്പ് നോൽക്കല അഫ്ളൽ എന്നാ പറയുന്നത്. സുമ്മറഅയ്തു സർക്കശിയ, പിന്നെ ഇമാം സർക്കശി പറഞ്ഞ നഖല അൻഹും, അസ്ഹാബിനെ തൊട്ട് നഖൽ ചെയ്തതായി ഞാൻ കണ്ടു, അന്ന ഹാദ തഫ്സീല യജ്രി ഫിൽ വാജിബി വൈരിഹി, ഈ ശേഷം പറയുന്ന അഫ്ളലു മിനൽ ഫിത്രി ഇല്ലം യതളറർ ബിഹി എന്ന് പറഞ്ഞില്ലേ, അത് വാജിബായ നോമ്പിൽ മാത്രമല്ല, അതല്ലാത്ത സുന്നത്തായ നോമ്പിലും വരും എന്ന് പറഞ്ഞു. നേരത്തെ പറഞ്ഞ വാജിബ് മാത്രം എന്നാ, റമദാനാണെങ്കിലും അല്ലെങ്കിലും, എന്നാലും സുന്നത്ത് നോമ്പിലും. അപ്പൊ തിങ്കളാഴ്ച, വ്യാഴാഴ്ച, അല്ലെങ്കിൽ മാസത്തിൽ മൂന്ന് നോമ്പ് എന്നൊക്കെ പറഞ്ഞ അയ്യാമുൽ ബീദിന്റെ, അയ്യാമുൽ സൂദിന്റെ നോമ്പുകളൊക്കെ, ഇതൊക്കെ യാത്രയിലും അഫ്ളൽ തന്നെ, പ്രയാസമില്ലെങ്കിൽ. ലി മുസാഫിരിൻ സഫറ ഖസ്റിൻ, ഖസ്റിന്റെ യാത്ര ചെയ്യുന്ന മുസാഫിറിന് വസ്സൗമു, നോമ്പനുഷ്ഠിക്കൽ അഫ്ളലാണ് മിനൽ ഫിത്രി, ഫിത്തറിനേക്കാൾ, നോമ്പ് ഒഴിവാക്കുന്നതിനേക്കാൾ അഫ്ളൽ. ഇല്ലം യതളറർ ബിഹി, ആ നോമ്പ് കൊണ്ട് പ്രയാസമില്ലെങ്കിൽ.
എന്തിനാ തഅജീലൻ ലി ബറാഅത്തി ദിമ്മത്തി, ഇയാളെ ദിമ്മത്ത് ഒഴിവാകലിനെ ധൃതിയാക്കാൻ വേണ്ടി. ഫർളായാലും ഇയാളെ ദിമ്മത്തിൽ ബന്ധിച്ചല്ലോ, സുന്നത്തായാലും ഇയാളെ ദിമ്മത്തിൽ ബന്ധിച്ചല്ലോ. അപ്പൊ ആ ദിമ്മത്ത് ഒഴിവാക്കൽ പെട്ടെന്നാക്കുന്നതല്ലേ നല്ലത്. വലിയന്നഹുൽ അക്സർ മിൻ അഹ്വാലി സല്ലല്ലാഹു തആല അലൈഹി വസല്ലം. അതിനും പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഹ്വാലുകളിൽ നിന്ന്, അവസ്ഥകളിൽ നിന്ന് അക്സറും യാത്രയിൽ നോമ്പ് നോൽക്കലാണ്. എന്നാലേ നോമ്പ് ഒഴിവാക്കിയ സമയമുണ്ട്. പിന്നെ അപ്പൊ അക്സറിനോട് താപിയാകാൻ വേണ്ടി. ഫൈൻ തളറ ബിഹി, അപ്പൊ ഈ നോമ്പ് കൊണ്ട് ഇവന് ആരോഗ്യത്തിന് പ്രയാസം ഉണ്ടാകും, യാത്രക്കാരനല്ലേ, അപ്പൊ അതിന്റെ പ്രത്യേക വിഷമം ഉണ്ടാവുമെങ്കിലോ നഹവി അലമിൻ യശുക്കു ഇഹ്തിമാലുഹു ആദത്തൻ, വേദന പോലത്തതിന് വേണ്ടി. ലററിന്റെ എന്താണ് കാരണം പറയാ, വേദന ഉണ്ടായി. യശുക്കു ഇഹ്തിമാലുഹു, അത് സഹിക്കൽ പ്രയാസമാണ്. ആദത്തൻ, ആദത്തിൽ അത് സാധാരണയിൽ സഹിക്കൽ പ്രയാസമുള്ളൊരു വേദന, വയറുവേദന. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഫൽ ഫിത്റു അഫ്ളലു, അപ്പോൾ ഫിത്റാണ് അഫ്ളൽ, നോമ്പ് ഒഴിവാക്കലാണ് യാത്രയിൽ അഫ്ളൽ. ഖബർ സഹീഹൻ, സഹീഹിന്റെ ഹദീസ് ഉണ്ട്, നബി സല്ലല്ലാഹു തആല അലൈഹി വസല്ലം റഅ റജുലൻ, ഒരാളിനെ കണ്ടു, സായിമൻ, നോമ്പുകാരനായ, ഫിസ്സഫരി, അയാൾ യാത്രയിലാണ്, നോമ്പുകാരനായ ഒരാളെ കണ്ടു. ഖദ് ളുല്ലില അലൈഹി, അയാൾക്കിങ്ങനെ തണല് വിരിച്ചു കൊടുക്കുന്നുണ്ട്. എന്താ സംഭവം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കുമ്പോൾ ഒരാൾക്കൂട്ടം കണ്ടു, ആൾക്കാരെല്ലാം കൂടി നിൽക്കുന്നുണ്ട്. അപ്പൊ ആ ചെന്ന് നോക്കുമ്പോ എന്താ, നടുവിലൊരാളിരിക്കുന്നുണ്ട്, അയാൾക്ക് ഇങ്ങനെ മുകളിൽ തണല് പിടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്താന്ന് ചോദിച്ചാൽ പറഞ്ഞ്, ഇയാൾ നോമ്പുകാരനെ, കുഴഞ്ഞു പോയി നബിയേൻ. അപ്പൊ അയാൾക്ക് ആ വെയിലിന്റെ ചൂടിനൊരു തണല് പിടിച്ചു കൊടുത്തതാ. അപ്പൊ ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ മിനൽ ബിർരി, ബിർറല്ല, നന്മയല്ല, അന്തസൂമു ബിസ്സഫരി, യാത്രയിൽ നോമ്പനുഷ്ഠിക്കൽ. അപ്പൊ പ്രയാസം ഉണ്ടായപ്പോ അത് പറഞ്ഞത്. ആ പ്രയാസം ഉണ്ടെങ്കിൽ അഫ്ളലല്ല എന്നാണ്, ഫിത്ർ അഫ്ളൽ. അമ്മായിദാ ഹഷിയമിന്നു നഹ്വ തലഫി മൻഫഅത്തി ഉളുവിൻ, ഈ ലററ് മാത്രമല്ല, ഒരു ഉളുവിന്റെ, ഒരു അവയവത്തിന്റെ മൻഫഅത്ത് തന്നെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് പേടിയാണെങ്കിലോ, കാഴ്ച പോകുമോ, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഫയജിബുൽ ഫിത്രു, അപ്പൊ ഫിത്ർ വാജിബാണ്. ഫൈൻ സാമ, ആ സമയത്ത് ഇവൻ നോമ്പനുഷ്ഠിച്ചാലേ അസാ, അവൻ കുറ്റക്കാരനാവും. കാരണം വാജിബ് ഒഴിവാക്കല്ലേ ചെയ്യുന്നത്. വാജിസാഹു, എന്നതോടുകൂടെ ആ നോമ്പ് മതിയാവും. റമദാനിലാണെങ്കിൽ അത് മതി, ഇനി കഥാ വിട്ടണ്ട. നേർച്ചയാക്കിയ നോമ്പാണെങ്കിൽ അത് വീടും. വലൗ ഹഷിയ ലഅഫൻ മാലൻ ലാ ഹാലൻ, ഇനി ഇപ്പോ എന്താണ്, പിന്നെ ക്ഷീണമൊന്നും പേടിക്കുന്നില്ലെങ്കിലും പിന്നീട് ഉണ്ടായിപ്പോകുമോ എന്ന് പേടി. മആലൻ, പിന്നീട് ഉണ്ടാകുമോ, ഇപ്പൊ ഇല്ല. ഫല്ലഫ്ളലു വൽ ഫിത്റു, അയാൾക്കും ഫിത്റാണ് അഫ്ളലു ഫി സഫരി ഹജ്ജിൻ, ഹജ്ജിന്റെ യാത്രയിലാവോ, അസ്മിൻ, അല്ലെ യുദ്ധത്തിന്റെ യാത്രയിൽ. കാരണം എന്താ, യാത്ര കഴിഞ്ഞിട്ടില്ല ഹജ്ജ് ചെയ്യാനുള്ളത്. അപ്പൊ ഹജ്ജിന്റെ അമലിന് മുടക്കം വരൂലേ, ക്ഷീണിച്ചു പോയാല്. അല്ലെങ്കിൽ യുദ്ധത്തിന് പോവുക, യുദ്ധത്തിന് അങ്ങെത്തിയിട്ട് ക്ഷീണിച്ചു പോയാൽ പിന്നെ കാര്യമുണ്ടോ? അപ്പോഴല്ലേ നല്ല ആരോഗ്യം വേണ്ടത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഫിത്ർ തന്നെ അഫ്ളല്. അഫ്ളല് മുത്തലക്കൻ. ഇനി അതിന് പുറമെ ഈ പറഞ്ഞ ഫിത്ർ അഫ്ളലാണ് മുത്തലക്കൻ. പിന്നെ ലറർ ഉണ്ടെങ്കിലും ശരി, ഇല്ലെങ്കിലും ശരി, യാത്രക്കാരൻ അഫ്ളലാണ്. ഇപ്പോ ലിമൻ ശക്ക ഫീഹി, അതിൽ സംശയം വന്ന ആളിന്, സംശയം വന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജായിസാന്നറിയാം, എന്നതോടുകൂടി ഇത് ഖബറു ആയതുകൊണ്ട് സ്ഥിരപ്പെട്ടതല്ലേ എന്നൊക്കെ ഒരു ശുഭത്ത്. പിന്നെ ആ വജദ ഫീ നഫ്സി കറാഹത്ത തറഖുസി, അല്ലെങ്കിൽ ഒരു റുഖ്സയല്ലേ എന്നുള്ള ആ ഒരു തോന്നല്, ഒരു ഇഷ്ടക്കുറവ് എന്റെ മനസ്സില്, ഇവരൊക്കെ ഫിത്റാക്കണം, എന്നാ മനസ്സിനെ ചികിത്സിക്കണം. അതിനാ ഔ കാന മിമ്മയുക്തദാബിഹി, അല്ലെങ്കിൽ ഇയാള് പിന്തുടരപ്പെടുന്ന ആളാണ്, അയാൾ ജനങ്ങളുടെ കൂടെയാണ്, ബി ഹദറത്തിൻ നാസ്, അപ്പൊ ഇയാള് ഫിത്റാക്കണം. ഇല്ലെങ്കിൽ ജനങ്ങളത് ചെയ്യൂല, ജനങ്ങളിൽ അത് ആവശ്യമുള്ളവരുണ്ടാവും. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇയാൾ ഇടക്ക് നോമ്പ് ഒഴിവാക്കണം, ഫിത്ർ ചെയ്യണം. വക്കദാ സായിറു റുഹസി, ഇതിപ്പോ ഈ നോമ്പ് ഒഴിവാക്കുന്നിടത്ത് മാത്രമല്ല, നമ്മൾ നേരത്തെ കസറിന്റെ അവിടെ ഇതേ മസല പറഞ്ഞ്, ഇവിടെ നോമ്പിന്റെ ഫിത്തറിന്റെ അവിടെയും പറഞ്ഞ്, ഇങ്ങനെ തന്നെയാണ് മറ്റെല്ലാ റുഖ്സകളും എന്ന. ഇനി ജമ്മിന്റെ മസല, ഇപ്പൊ ഇത് കസറ് കഴിഞ്ഞ് അല്ലേ, ഇൻഷാ അല്ലാഹ്.